വർഷങ്ങളായി ജലക്ഷാമം എന്നാൽ ഏഷ്യയിലെയോ ആഫ്രിക്കയിലെയോ മധ്യപൗരസ്ത്യ ദേശങ്ങളിലെയോ മാത്രം രൂക്ഷമായ പ്രശ്നമായാണ് പാശ്ചാത്യ ലോകം കരുതിയിരുന്നത്. വരൾച്ചയും കുടിവെള്ളക്ഷാമവും വികസ്വര അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളുടെ മാത്രം തലവരയാണെന്ന ചിന്താഗതി വ്യാപകമായിരുന്നു. എന്നാൽ ഈ മിഥ്യാധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ട് പടിഞ്ഞാറൻ വൻകരകളുടെ ഹൃദയഭൂമികളിൽ ഇന്ന് വൻ ജലപ്രതിസന്ധി നിഴലിക്കുകയാണ്. അമേരിക്കയിലെയും യൂറോപ്പിലെയും ജീവനാഡിയായ നദികളും കൂറ്റൻ റിസർവോയറുകളും വറ്റിവരണ്ട് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന ജലനിരപ്പിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ശുദ്ധജലം എന്നത് വെറുമൊരു പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, മറിച്ച് വൻകരകളുടെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സുസ്ഥിരതയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. യൂറോപ്യൻ വൻകരയുടെ സാമ്പത്തിക രംഗത്തും കൃഷിയെയും ഊർജ്ജ മേഖലയെയും നൂറ്റാണ്ടുകളായി തോളിലേറ്റുന്ന പ്രമുഖ നദികൾ അസാധാരണമാം വിധം ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ ഡ്രോട്ട് ഒബ്സർവേറ്ററിയുടെ വിശ്വസനീയമായ കണക്കുകൾ പ്രകാരം യൂറോപ്പിലെ പകുതിയോളം ഭൂപ്രദേശങ്ങളും കടുത്ത വരൾച്ചയുടെ പിടിയിലാണ്. റൈൻ, ഡാന്യൂബ്, പോ, ലുവാർ, ഗാരോൺ തുടങ്ങിയ പ്രമുഖ നദികളെല്ലാം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ് ഒഴുകുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഈ ഭയാനകമായ പാരിസ്ഥിതിക വ്യതിയാനം വ്യക്തമായി കാണാൻ സാധിക്കും. ഫ്രാൻസിലെ സാമ്യൂറിന് സമീപമുള്ള ലുവാർ നദിയിൽ മണൽത്തിട്ടകളും പാറക്കെട്ടുകളും വൻതോതിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. ജർമ്മനിയുടെ പ്രധാന വാണിജ്യ ജലപാതയായ റൈൻ നദിയുടെ ആഴം കൗബ് മേഖലയിൽ ഏതാനും ഇഞ്ചുകളായി ചുരുങ്ങിയത് ചരക്ക് സേവന മേഖലയെ ഗുരുതരമായി ബാധിച്ചു. സാധാരണയായി 1500-ലധികം ടൺ ചരക്കുകൾ വഹിക്കുന്ന വലിയ കപ്പലുകൾക്ക് ഇന്ന് 350 ടണ്ണിൽ താഴെ മാത്രം ചരക്കുകളുമായി മാത്രം യാത്ര ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. ഇത് വൻതോതിലുള്ള ഇന്ധനക്ഷാമത്തിനും വിതരണ ശൃംഖല തകരുന്നതിനും ഗതാഗത ചെലവ് ക്രമാതീതമായി ഉയരുന്നതിനും കാരണമായിട്ടുണ്ട്. 10 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഡാന്യൂബ് നദിയുടെ സ്ഥിതിയും സമാനമാണ്. റൊമാനിയയിൽ ഈ നദിയുടെ ജലപ്രവാഹം ശരാശരിയുടെ 1/3 കുറഞ്ഞു. നദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഗതാഗതം തടസ്സപ്പെടുകയും ഫെറി സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. ഇതിനു പുറമെ നദിയിലെ വെള്ളം കുറഞ്ഞതോടെ ഹംഗറിയിലെ പാക്സ് ആണവ നിലയത്തിന്റെ തണുപ്പിക്കൽ പ്രക്രിയ തടസ്സപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നദികൾ വറ്റിയപ്പോൾ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളും പുറത്തു വന്നു തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മുങ്ങിപ്പോയ ജർമ്മൻ യുദ്ധക്കപ്പലുകളും പ്രാചീന കാലത്തെ മാമോത്തുകളുടെ അസ്ഥികൂടങ്ങളും വരാനിരിക്കുന്ന വലിയ പട്ടിണിയുടെ സൂചനയായി ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന റോക്ക് ഓഫ് സ്റ്റാർവേഷൻ എന്ന പ്രാചീന കല്ലുകളും ഡാന്യൂബിന്റെ അടുത്തട്ടിൽ തെളിഞ്ഞു വന്നത് ജനങ്ങളിൽ വലിയ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. ഇറ്റലിയിലെ കാർഷിക മേഖലയുടെ നട്ടെല്ലായ പോ നദിയിൽ വെള്ളം കുറഞ്ഞതോടെ അഡ്രിയാറ്റിക് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കരയിലേക്ക് കയറാൻ തുടങ്ങി. ഇത് നെൽകൃഷിക്ക് പേരുകെട്ട ലാമലീന മേഖലയിൽ ദശലക്ഷക്കണക്കിന് യൂറോയുടെ കാർഷിക നഷ്ടത്തിനാണ് വഴിതെളിച്ചത്. ബ്രിട്ടനിലാകട്ടെ ചരിത്രത്തിലെ ഏറ്റവും വരണ്ട ജൂലൈ മാസമാണ് കടന്നുപോയത്. ഇംഗ്ലണ്ടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഔദ്യോഗികമായി വരൾച്ചാ ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കപ്പെടുകയും റിസർവോയറുകളിലെ ജലശേഖരം വൻതോതിൽ കുറയുകയും ചെയ്തു. അറ്റ്ലാന്റിക് സമുദ്രത്തിനപ്പുറം അമേരിക്കൻ ഐക്യനാടുകളുടെ പടിഞ്ഞാറൻ മേഖലയും ഇതിന് സമാനമായ ജലപ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. അമേരിക്കയിലെ കൊളറാഡോ നദീതട വ്യവസ്ഥയിലെ പ്രധാന റിസർവോയറുകളായ ലേക്ക് മീഡും ലേക്ക് പവലും ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. 60-ലധികം വർഷത്തിനിടയിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥയാണിത്. അരിസോണ, കാലിഫോർണിയ, നെവാഡ, കൊളറാഡോ തുടങ്ങി 7 US സംസ്ഥാനങ്ങളിലെ 4 കോടിയോളം ജനങ്ങൾ കുടിവെള്ളത്തിനും 55 ലക്ഷത്തോളം ഏക്കർ കൃഷിഭൂമി നനയ്ക്കുന്നതിനും ആശ്രയിക്കുന്നത് കൊളറാഡോ നദിയെയാണ്. എന്നാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി തുടരുന്ന കടുത്ത വരൾച്ചയും കഴിഞ്ഞ 1500ഓളം വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വരണ്ട അന്തരീക്ഷവും ഈ നദിയെ ക്രമേണ വറ്റിക്കുകയാണ്. പർവ്വതനിരകളിൽ മഞ്ഞുവീഴ്ച കുറഞ്ഞതും വസന്തകാലത്ത് അസാധാരണമാം വിധം ഉയർന്ന താപനില കാരണം മഞ്ഞ് പെട്ടെന്ന് ഉരുകിത്തീർന്നതുമാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. ഹൂവർ ഡാം നിർമ്മിച്ചുണ്ടാക്കിയ ലേക്ക് മീഡിലെയും ഗ്ലെൻ കാനോൺ ഡാം നിർമ്മിച്ചുണ്ടാക്കിയ ലേക്ക് പവലിലെയും ജലനിരപ്പ് താഴുമ്പോൾ അത് കുടിവെള്ളത്തെ മാത്രമല്ല മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ വൈദ്യുതി ഉപഭോഗത്തെയും ബാധിക്കുന്നുണ്ട്. ജലനിരപ്പ് ഇനിയും കുറഞ്ഞാൽ അണക്കെട്ടുകളിലെ ടർബൈനുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ അഥവാ ഡെഡ് പൂൾ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഫിനിക്സ് പോലെയുള്ള അതിവേഗം വളരുന്ന നഗരങ്ങൾ, കൂറ്റൻ IT ഡേറ്റാ സെന്ററുകൾ, വലിയ കാർഷിക വ്യവസായങ്ങൾ എന്നിവയെല്ലാം ഇന്ന് ജലലഭ്യതയില്ലാതെ താളം തെറ്റുന്ന അവസ്ഥയിലാണ്. തണുപ്പ് കാലത്ത് പെയ്യുന്ന മഴയോ മഞ്ഞുവീഴ്ചയോ കൊണ്ട് മാത്രം ഇത്തരം വരൾച്ചകൾ പൂർണ്ണമായി മാറുമെന്നത് ഒരു തെറ്റായ ധാരണ മാത്രമാണ്. വരണ്ടതും ചൂടേറിയതുമായ അന്തരീക്ഷത്തിൽ പെയ്യുന്ന മഴവെള്ളം മുഴുവൻ വറ്റി വരണ്ട മണ്ണ് ഉടനടി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നദികളിലേക്ക് വെള്ളമൊഴുകിയെത്തുന്നതിനെ തടയുന്നുണ്ട്. ജലക്ഷാമം എന്നത് ഒരു കേവല പാരിസ്ഥിതിക പ്രശ്നത്തിൽ നിന്ന് മാറി വൻകരകളുടെ സാമ്പത്തിക ചക്രങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്നു. യൂറോപ്പിൽ നദികളിലൂടെയുള്ള വില കുറഞ്ഞ ചരക്ക് ഗതാഗതം തടസ്സപ്പെടുമ്പോൾ വ്യവസായങ്ങൾക്ക് റോഡ്, റെയിൽ മാർഗങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് ഗതാഗത ചെലവ് അമിതമായി വർദ്ധിപ്പിക്കുകയും ഉൽപ്പന്നങ്ങളുടെയും ഇന്ധനങ്ങളുടെയും വിലക്കയറ്റത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു. ഊർജ്ജ ഉൽപ്പാദനത്തിൽ ജലവൈദ്യുതിയെയും ആണവ നിലയങ്ങളുടെ തണുപ്പിക്കൽ പ്രക്രിയകളെയും ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. കാർഷിക മേഖലയിലാകട്ടെ ജലസേചനം തടസ്സപ്പെടുത്തുന്നതിലൂടെ ഭക്ഷ്യ ഉൽപ്പാദനം കുറയുകയും ഇത് പണപ്പെരുപ്പത്തിനും ഭക്ഷ്യസുരക്ഷാ ഭീഷണിക്കും കാരണമാവുകയും ചെയ്യുന്നു.
കൃഷിക്കും കുടിവെള്ളത്തിനും സാങ്കേതിക വിദ്യയുടെ വികാസത്തിനായി ഉപയോഗിക്കുന്ന വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്ററുകൾക്കും മധ്യേ ജലത്തിനായി വലിയ മത്സരമാണ് നടക്കുന്നത്. നദികൾ വറ്റുന്നതും തടാകങ്ങളുടെ തീരങ്ങൾ ഉണങ്ങി വരളുന്നതും വെറുമൊരു ഒറ്റപ്പെട്ട കാലാവസ്ഥാ വാർത്തയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ആഗോള പ്രതിസന്ധിയുടെ അപായ സൂചനയാണ്. വരും നാളുകളിൽ ശുദ്ധജലത്തിന്റെ ലഭ്യതയായിരിക്കും മനുഷ്യൻ എവിടെ ജീവിക്കണം, ഏതെല്ലാം വ്യവസായങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കും, എങ്ങനെയുള്ള കാർഷിക രീതികൾ തുടരണം എന്നിവ തീരുമാനിക്കുന്നത്. ദശാബ്ദങ്ങളായി സുലഭമായി വെള്ളം ലഭിക്കുമെന്ന അന്ധമായ ധാരണയിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ പടുത്തുയർത്തിയത്. എന്നാൽ ആ ധാരണകൾ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃത്യമായ ജലപരിപാലനം, ജലസേചന സാങ്കേതിക വിദ്യകളിലെ പുനർചിന്തനം, രാജ്യങ്ങൾ തമ്മിലുള്ള ജലനയതന്ത്രം, മാലിന്യജല പുനരുപയോഗം എന്നിവയിലൂടെ മാത്രമേ ഈ മഹാപ്രതിസന്ധിയെ നേരിടാൻ സാധിക്കൂ. പ്രകൃതി നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞാൽ വരും തലമുറ നേരിടേണ്ടി വരുന്നത് എണ്ണയ്ക്കോ മറ്റ് വിഭവങ്ങൾക്കോ വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് ഒരു തുള്ളി കുടിവെള്ളത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന്റെ യുദ്ധമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.